ഹലോ, നമുക്ക് വെറൈറ്റി രീതിയിലൊന്ന് മീൻ കറി വെച്ചാലോ? അപ്പോൾ എന്താ നമ്മളിവിടെ വറ്റമീൻ എടുത്തേക്കുന്നത്. ഇനി നമുക്കിതൊന്ന് മസാല തേക്കണം. അതിന് നമ്മൾ മുളക് പൊടി, ഉപ്പും കുരുമുളക് പൊടിയും മാത്രമേ നമ്മൾ വറുക്കാൻ വേണ്ടി ഇടുന്നുള്ളൂ. ഇനി ഇത്ര എടുത്തിട്ട് ഇത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. ഈ മസാലകളെല്ലാം ഈ മീനിനകത്തോട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് തേച്ച് പിടിപ്പിക്കാം. എല്ലാ മീനിലും നന്നായിട്ട് നമുക്ക് ഉള്ളിലൊക്കെ മസാല തേച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ എന്താ നമ്മുടെ മസാലയൊക്കെ മീനിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ എന്താ നമ്മൾ പാൻ ചൂടാക്കി അതിനകത്തോട്ട് എണ്ണ ഒഴിച്ച് എണ്ണ തിളച്ച് വരുമ്പോൾ നമ്മൾ അതിനകത്തോട്ട് മീനിട്ടെടുക്കണം. നമ്മൾ മീനെ ഒന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ടിട്ട് കഴിഞ്ഞാൽ അത് പിടിക്കത്തില്ല. ഈ മീനൊന്ന് നല്ല മൊരിഞ്ഞ് വരട്ടെ. മൊരിഞ്ഞ് വരണ്ട, ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി എടുത്താൽ മതി. അപ്പോൾ നമ്മൾ മീനെല്ലാം ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറിയിലോട്ട് സബോള ഇങ്ങനെ തന്നെ അരിയണം. പച്ചമുളക്, പുളിവെള്ളം, വെളുത്തുള്ളി, തക്കാളി. നമ്മൾ ചട്ടി ഒന്ന് മാറ്റിയിട്ടുണ്ട്. അത്രയും മീൻ അതിനകത്ത് ഇടാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ നമ്മളിതാ ചട്ടി മാറ്റി എന്നിട്ടിതാ എണ്ണ ചൂടായപ്പോൾ അതിനകത്തോട്ട് നമ്മൾ വെളുത്തുള്ളി തന്നെ ആദ്യം ഇട്ട് കൊടുത്ത് ഒന്ന് വരണ്ട് വന്ന് വെളുത്തുള്ളിയുടെ ആ ഒരു പച്ചമണം മാറുന്നത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിനകത്തോട്ട് തക്കാളിയും മുളകും പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. അതിന് നമുക്കിതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. നമ്മൾ ഇളക്കുമ്പോഴൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാടി പോകുന്നുണ്ട്. ചട്ടി അത്ര വലിയതല്ലാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു. ഓക്കെ, എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് നേരം നമുക്ക് മൂടി വെക്കാം. എന്താ ഇപ്പം നമ്മൾ സബോളയൊക്കെ ഒരു അത്യാവശ്യം ഒന്ന് വരണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് ഒരു മീഡിയം തക്കാളിയായിട്ട് എടുത്ത് അതുകൂടി അരിഞ്ഞ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ തക്കാളിയും സബോളയും എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, തക്കാളി നല്ല ഉടഞ്ഞ് വന്നിട്ടുണ്ട്. സബോളയും തക്കാളിയൊക്കെ നല്ല വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. കുറച്ചിട്ടാൽ മതി. നമ്മൾ മീനിന് വറക്കാൻ നേരം നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. ഇനി കുറച്ചിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇതാ മുളക് പൊടി ഇട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനിയാണ് നമുക്കിതിൻ്റെ മെയിനായിട്ട് നമുക്കിനി ഇതിനകത്തോട്ട് പുളി വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമ്മൾ ഇച്ചിരി കൂടുതൽ പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ പുളിവെള്ളം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് തിളച്ച് വറ്റിയൊന്ന് വരട്ടെ. ഇനി നമുക്കിതിനകത്തോട്ട് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. ഈ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്കിതിനകത്തോട്ട് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ സമയത്ത് നമ്മൾക്ക് ഉപ്പൊക്കെ പാകമാണോ എന്നൊക്കെ നോക്കണം. നമ്മൾ പുളിവെള്ളം ഒഴിച്ചുകൊണ്ട് ഉപ്പ് കുറയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമുക്ക് ഉപ്പൊക്കെ പാകം അല്ലെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം.
ഇനി നമ്മൾ ഇതിൻ്റെ മണ്ടയിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം എന്താ ഇതിനകത്ത് ചെറുതായിട്ടൊന്ന് തിള വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇവിടെയും എനിക്ക് ചെറുതായിട്ടൊന്ന് അബദ്ധം പറ്റി. നമ്മുടെ ഈ ചട്ടി ചെറുതായിരുന്നു, 4 മീൻ ഇതിനകത്ത് കൊള്ളുന്നില്ലായിരുന്നു. പക്ഷെ നമ്മളെങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാ കണ്ടില്ല, നല്ല തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ മീൻകറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അടിപൊളിയാണ്. അപ്പോൾ ഓക്കെ, ബൈ.